ഇന്ദ്രപ്രസ്ഥ രാജധാനിയിൽ നിന്നും യാത്ര പറഞ്ഞിറങ്ങിയ അർജുനൻ ഒരുപാട് പുണ്യദേശങ്ങളും ക്ഷേത്രങ്ങളുമെല്ലാം സന്ദർശിച്ച് ഒടുവിൽ ഗംഗാ നദിയുടെ തീരത്തെത്തി. ചില ബ്രാഹ്മണരും സന്യാസിമാരും അർജുനനെ തീർത്ഥയാത്രയിൽ അനുഗമിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഗംഗാതീരത്ത് കുറച്ചുനാൾ താമസിക്കുവാൻ തന്നെ എല്ലാവരും ചേർന്ന് തീർച്ചപ്പെടുത്തി. അങ്ങനെയിരിക്കെ ഒരു നാൾ ഗംഗയിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അർജുനനെ പെട്ടെന്നാരോ പിടിച്ചു വലിച്ചുകൊണ്ട് വെള്ളത്തിന്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോയി. നാഗലോകത്തായിരുന്നു ഒടുക്കം അർജുനൻ ചെന്നെത്തിയത്. അർജുനനെ കൊണ്ടുപോയതാവട്ടെ അതിസുന്ദരിയായ ഒരു യുവതിയുമായിരുന്നു. ഒന്നും മനസ്സിലാവാതെ നിന്ന അർജുനനെ നോക്കി അവൾ പറഞ്ഞു, ഇത് നാഗരാജാവായ കൗരവ്യന്റെ രാജധാനിയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പുത്രി ഉലൂബി. ഗംഗാതീരത്ത് നിൽക്കുകയായിരുന്ന അങ്ങയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് പ്രണയമുണ്ടായിരിക്കുന്നു. ദയവായി അല്പകാലം എന്നോടൊത്ത് ഇവിടെ ജീവിച്ചാലും. എന്നാൽ താനൊരു തീർത്ഥാടനത്തിലാണെന്നും അവളോടൊപ്പം കഴിയുവാൻ സാധിക്കുകയില്ല എന്നും അർജുനൻ തുറന്നു പറഞ്ഞു. പക്ഷേ അർജുനനോടുള്ള പ്രണയം തലയ്ക്ക് പിടിച്ച ഉലൂബി ഒടുവിൽ അർജുനൻ തന്നോടൊപ്പം അവിടെ കഴിഞ്ഞില്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുന്നതായിരിക്കും എന്ന് തന്നെ അറിയിച്ചു. അവസാനം അർജുനനും തന്റെ വാദം നിർത്തി അന്നൊരു നാൾ അവിടെ ഉലൂബിയോടൊപ്പം താമസിക്കാമെന്ന് സമ്മതിച്ചു. അതോടെ ഉലൂബിയും സന്തോഷവതിയായി. പിറ്റേന്ന് ഉലൂബി തന്നെ അർജുനനെ ഗംഗാതീരത്ത് കൊണ്ടുചെന്നാക്കി. പിരിയാൻ നേരം അർജുനന് ഒരു വരവും കൂടെ ഉലൂബി നൽകി. ഇനി മുതൽ ജലത്തിനകത്തും അങ്ങേക്ക് അസാമാന്യ ശക്തി ഉണ്ടാവട്ടെ. ജലജീവികളെയെല്ലാം എളുപ്പത്തിൽ തന്നെ നേരിടാനും സാധിക്കട്ടെ. കാലം കഴിഞ്ഞപ്പോൾ ഉലൂബിക്ക് അർജുനനിൽ ജനിച്ച പുത്രനാണ് ഇരാവൻ. കുളിക്കുവാൻ പോയ അർജുനനെ ഗംഗാനദിയിൽ കാണാതായതിനാൽ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം പരിഭ്രമിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അവിടെ തന്നെ അർജുനൻ പിറ്റേന്ന് പ്രത്യക്ഷനായപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ടുപോയി. അവരോടൊക്കെ അർജുനൻ തനിക്കുണ്ടായ അനുഭവം വിസ്തരിച്ചു പറഞ്ഞുകൊടുത്തു. കുറച്ചുനാൾ കൂടി അവിടെ തന്നെ താമസിച്ച ശേഷം എല്ലാവരും വീണ്ടും തീർത്ഥാടനം തുടർന്നു. വടക്ക് ഹിമാലയത്തിലുള്ള പുണ്യസ്ഥലങ്ങളെല്ലാം സന്ദർശിച്ച ശേഷം ഹിമവാനിൽ നിന്നും താഴേക്കിറങ്ങി കിഴക്കോട്ടേക്ക് യാത്ര തുടർന്നു. ശേഷം കാശി സന്ദർശിച്ച് കലിംഗ രാജ്യത്തിലെത്തി. അവിടെ വെച്ച് അർജുനന്റെ സമ്മതത്തോടെ തന്നെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം മടങ്ങിപ്പോയി. അർജുനനാവട്ടെ തന്റെ യാത്ര തെക്ക് ദിശയിലേക്ക് തുടർന്നു. പല മനോഹര സ്ഥലങ്ങളും കണ്ട ശേഷം അർജുനൻ ഒടുവിൽ ചോളരാജ്യത്തിന്റെ തലസ്ഥാനമായ മണിപുരത്തിൽ എത്തിച്ചേർന്നു. ചിത്രവാഹനനായിരുന്നു അന്ന് മണിപുരം വാണിരുന്നത്. അദ്ദേഹത്തിന്റെ പുത്രിയായിരുന്നു ചിത്രാംഗത. യാദൃശ്ചികമായി ഒരു നാൾ അവളെ കണ്ട അർജുനൻ രാജകുമാരിയിൽ മോഹിതനാവുകയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ആ ആഗ്രഹമറിഞ്ഞ ചിത്രവാഹനൻ അതിന് സമ്മതിച്ച് തന്റെ മകളെ മധ്യപാണ്ഡവന് ഏറെ സന്തോഷത്തോടെ തന്നെ വിവാഹം ചെയ്തു നൽകി. ശേഷം അർജുനൻ ചിത്രാംഗതയോടൊപ്പം ഏറെ നാൾ അവിടെ താമസിച്ചു. അവർക്കുണ്ടായ പുത്രനാണ് ബഭ്രുവാഹനൻ. 3 വർഷം